അത് പഴയ വീട്. അതൊരു പഴയ വീടാണെന്ന് തോന്നുന്നു. ഈശ്വര, സ്വന്തം വീട് വരെ അവൾ ഓർത്തു. ഇനിയൊന്നും അവളെ ഓർമ്മിപ്പിക്കല്ലേ. ഓർക്കാൻ പറ്റുന്ന ആദ്യം മുതലുള്ള കാര്യങ്ങളൊന്ന് പറയൂ. എന്താണ് ആദ്യം ഓർക്കുന്നത്? ആദ്യം ഒരു വഴിയാ. അവിടെ ഇരുട്ടായിരുന്നു. പിന്നെ ഒരു ബസ്. പറഞ്ഞോളൂ. പിന്നെന്താ ഓർക്കുന്നത്? ഒന്നുകൂടെ ഓർത്തു നോക്കൂ. പിന്നെ ഒരു വഴി. ഞാൻ റോഡ് ക്രോസ് ചെയ്ത് നടക്കുന്ന പോലെ. എന്നിട്ട് പിന്നെ ആക്സിഡന്റ്. അത് കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റല്. ഹോസ്പിറ്റലിൽ എന്താ സംഭവിച്ചെന്ന് ഓർക്കാൻ കഴിയുന്നുണ്ടോ? ഒന്നുകൂടെ ഓർത്തു നോക്കൂ. ഹോസ്പിറ്റലിൽ സംഭവിച്ചതൊക്കെ ഓർക്കാനോ? ദൈവമേ, അതൊക്കെ ഓർത്ത് ഞാനും എൻ്റെ മോനും ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഇല്ല ഗുരുജി, പിന്നൊന്നും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ഓ, ആശ്വാസായി. മതി, ഇതൊരു നല്ല സൂചനയാണ്. പതിയെ ഓർമ്മ വരുമ്പോ പറഞ്ഞാ മതി. ഇതൊക്കെ വെറും സ്വപ്നങ്ങളല്ലേ സ്വാമിജി? അങ്ങനെ നോക്കിയ ദിവസവും നമ്മൾ എത്ര സ്വപ്നങ്ങൾ കാണുന്നു. ദുസ്വപ്നത്തിനൊന്നും അങ്ങനെ നമ്മൾ അർത്ഥം കാണേണ്ടതുണ്ടോ? അങ്ങനെയല്ല, നാം കാണുന്ന ഓരോ സ്വപ്നങ്ങൾക്കും ഓരോ അർത്ഥമുണ്ട്. അത് ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതാവാം, സംഭവിക്കാനുള്ളതും ആവാം. ചിലർക്ക് അത് വെറും ദുസ്വപ്നമായിട്ട് തോന്നാം. ചിലർക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നും വരാം. പക്ഷേ മറച്ചു വെച്ചതും മറന്നുപോയതുമെല്ലാം സ്വപ്നങ്ങളായി പുറത്തു വരിക തന്നെ ചെയ്യും. എല്ലാം ശുഭലക്ഷണം തന്നെ. ശംഭോ. മോളെ, നീ ഇതൊന്നും കാര്യാക്കണ്ട. ദുസ്വപ്നം കാണാത്ത ആരാ ഉള്ളത്? ഈ ഞാൻ തന്നെ എത്ര സ്വപ്നങ്ങളാ കാണുന്നേ. അതിലൊന്നും ഒരു കാര്യമില്ല. അമ്മ, ഇതങ്ങനെയല്ല. എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാ. ആ ബസ്, ഞാനതിൽ സഞ്ചരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ക്രോസ് ചെയ്തതും ആക്സിഡന്റ്. മോളുടെ വീടോ അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും ഓർത്തോ? ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഓർഫനേജിലല്ലേ അമ്മ. ഓ, ആശ്വാസായി. അതും കൂടി ഓർത്തിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാം തീർന്നു തന്നെ. ആ, പിന്നെ ഞാൻ എന്തോ കൂടി ഓർത്തല്ലോ. അത് പഴയ വീട്. അതൊരു പഴയ വീടാണെന്ന് തോന്നുന്നു. ഈശ്വര, സ്വന്തം വീട് വരെ അവൾ ഓർത്തു. ഇനിയൊന്നും അവളെ ഓർമ്മിപ്പിക്കല്ലേ.
അച്ഛാ ഇത് ഹോസ്പിറ്റൽ പോലെ അല്ലല്ലോ. അല്ല മോളെ, ഇതൊരു ആശ്രമം, ശിവയോഗിയുടെ ആശ്രമം. ആശ്രമത്തിൽ പ്രാർത്ഥിക്കാനല്ലേ വരുന്നേ? ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ടോ? ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് പോലെ അല്ലടാ ഇവിടെ. ഗുരുജിയാ മോളുടെ അമ്മയെ ചികിത്സിക്കുന്നത്. ഗുരുജിയോ? അതാരാ? അതൊക്കെയുണ്ട്, അച്ഛൻ കാണിച്ചു തരാം, വാ. അമ്മ എവിടെ അച്ഛാ? ദേ ഈ വരാന്തയിലൂടെ ചെല്ലുമ്പോ അങ്ങേയറ്റത്താണ് ചികിത്സാ മുറി, അവിടെ അമ്മയുള്ളത്. ആ മുറിയാണോ അച്ഛാ? അതെ, അതാ അമ്മ കിടക്കുന്ന മുറി. മോളെ ഓടല്ലേ, നിക്കേ. മോളെ വരൂ. വാ. മകളാണല്ലേ? അതെ ഗുരുജി. മിടിക്കുകയാണല്ലോ. എന്താ മോളുടെ പേര്? ഗൗരി. ആ മോളെ, ഇതാണ് ഈ ആശ്രമത്തിന്റെ ഗുരുജി. അമ്മയെ ചികിത്സിക്കുന്ന ഗുരുജിയാ. അമ്മയ്ക്ക് സുഖായോ ഗുരുജി? അമ്മയ്ക്ക് ഉടനെ സുഖാവും. മോക്ക് സുഖമല്ലേ? ഗുരുജിക്ക് ഡോക്ടർമാരെ പോലെ വൈറ്റ് കോട്ടും സ്റ്റെതസ്കോപ്പ് ഒന്നും ഇല്ലല്ലോ, അതെന്താ? മോൾ എന്തൊക്കെയാ ചോദിക്കുന്നത്? ഇത് ഗുരുജിയാ. അവളുടെ മനസ്സിലെ സംശയങ്ങളല്ലേ, ചോദിക്കട്ടെ. മോൾക്ക് എന്താ അറിയണ്ടേ? ഗുരുജിക്ക് കോട്ടും സ്റ്റെതസ്കോപ്പും ഒന്നും ഇല്ലാത്ത എന്താന്നല്ലേ? ഗുരുജി ചികിത്സിക്കുന്നത് മനസ്സിലാ മോളെ. മനസ്സിലോ? അതെങ്ങനെയാ? അതൊക്കെ ഉണ്ട് മോള്. അമ്മയെ കണ്ട് തിരിച്ചു വരുമ്പോ ഗുരുജി എല്ലാം പറഞ്ഞുതരാം. മോക്ക് അമ്മയെ കാണണ്ടേ? കാണണം. അമ്മ ആ മുറിയിലുണ്ട്, മോള് പോയി കണ്ടോളൂ. പൊയ്ക്കോ. സമൃദ്ധയില് ചില നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട്. അത് ശുഭസൂചനയാ. മാറ്റെന്ന് പറഞ്ഞ പഴയ ചില സംഭവങ്ങൾ ഭൂതകാലത്തിൽ നിന്നും അവളിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങിയിരിക്കുന്നു. സംസാരമല്ല, ചില സൂചനകൾ, സ്വപ്നങ്ങളിലെ ചില ചിത്രങ്ങൾ, ബസ്സിലെ ഒരു യാത്ര, പിന്നെ ഒരു ആക്സിഡന്റ്. ചിലപ്പോൾ അത് അവളുടെ വിധി മാറ്റിമറിച്ച ആക്സിഡന്റ് ആവാം. ഓർമ്മകളുടെ കണ്ണിയേറ്റുപോയ ഭാഗം എവിടെയാണോ അത് അവൾക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു.